ഏവർക്കും ചിൽഡ്രൻസ് ഹെൽപ്പ് ഡെസ്കിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യബോധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു കൊച്ചു പ്രസംഗമാണ് ഇന്ന്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഏവർക്കും നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയുണ്ട്. മഹാഭാരതത്തിലെ ദ്രോണാചാര്യരും ശിഷ്യന്മാരും. പക്ഷിയുടെ കണ്ണ് ലക്ഷ്യം വെക്കാൻ പറഞ്ഞപ്പോൾ അർജുനനോട് ഗുരു ചോദിച്ചു, നീ എന്താണ് കാണുന്നത്? അർജുനൻ പറഞ്ഞു, ഗുരു, ഞാൻ ആ പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ. ആ കൃത്യമായ കാഴ്ചയാണ് അർജുനനെ ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളിയാക്കിയത്. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും വേണ്ട ഇത്തരമൊരു ലക്ഷ്യബോധത്തെ കുറിച്ചാണ്. കൂട്ടുകാരെ, ലക്ഷ്യമില്ലാത്ത ജീവിതം തൂക്കാൻ മരമില്ലാത്ത കപ്പൽ പോലെയാണ്. അത് സമുദ്രത്തിൽ എവിടെയൊക്കെയോ അലഞ്ഞു തിരിയും, പക്ഷെ ഒരിക്കലും തീരത്തെത്തില്ല. നമ്മളിൽ പലരും പഠിക്കുന്നുണ്ട്, പക്ഷെ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ വ്യക്തമായ മറുപടിയില്ല. വെറുതെ സ്കൂളിൽ വരുന്നു പോകുന്നു എന്നതിനപ്പുറം ഞാൻ ആരാകണം, എനിക്ക് എവിടെ എത്തണം എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കണ്ടെത്തുന്നതാണ് ലക്ഷ്യബോധം. നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്, പക്ഷേ സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ സ്വപ്നത്തിന് ഒരു ഡെഡ് ലൈൻ നിശ്ചയിക്കുമ്പോഴാണ് അത് ലക്ഷ്യമായി മാറുന്നത്. എനിക്കൊരു ഡോക്ടർ ആകണമെന്നത് ഒരു സ്വപ്നമാണ്. എന്നാൽ അതിനായി ഇന്നത്തെ പരീക്ഷയിൽ ഞാൻ ഇത്ര മാർക്ക് വാങ്ങും, ഇത്ര മണിക്കൂർ പഠിക്കും എന്ന് തീരുമാനിക്കുന്നത് ലക്ഷ്യബോധമാണ്. ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുമ്പോഴാണ് വലിയ വിജയങ്ങൾ നമ്മളെ തേടി വരുന്നത്. അതുപോലെ എനിക്ക് എൻ്റെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കണം, അല്ലെങ്കിൽ എനിക്ക് സമൂഹത്തിന് ഗുണകരമായ എന്തെങ്കിലും ചെയ്യണം എന്ന ലക്ഷ്യം ഉള്ളിലുണ്ടെങ്കിൽ അലസതയോ ഉറക്കമോ നമ്മളെ ബാധിക്കില്ല. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മളെ തളരാതെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ ലക്ഷ്യമാണ്. ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടണമെന്ന് ലക്ഷ്യം വെക്കുന്ന ഒരു കായിക താരം പുലർച്ചെ 4 മണിക്ക് തണുപ്പിനെ അവഗണിച്ച് എഴുന്നേൽക്കുന്നത് ആ ലക്ഷ്യം മനസ്സിലുള്ളതുകൊണ്ടാണ്. വിദ്യാർത്ഥികളായ നമ്മളെ സംബന്ധിച്ച് ഓരോ ക്ലാസ്സും ഓരോ പടികളാണ്. ലക്ഷ്യബോധമുള്ള ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് തലേ ദിവസം മാത്രമല്ല പഠിക്കുന്നത്, അവൻ ഓരോ ദിവസവും തന്റെ ലക്ഷ്യത്തിലേക്ക് ഓരോ ചുവട് വയ്ക്കുന്നു. മറ്റുള്ളവർ കളിക്കുമ്പോൾ നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ മറ്റുള്ളവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഉയരങ്ങളിൽ നാളെ നിങ്ങൾ എത്തും. ഒന്നോർക്കുക, വിജയിക്കുന്നവർ പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നവരല്ല, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ലക്ഷ്യബോധത്തോടെ ചെയ്യുന്നവരാണ്. നമുക്കും ഒരു ലക്ഷ്യമുണ്ടാകട്ടെ. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ തളരാതിരിക്കട്ടെ. ആത്മവിശ്വാസത്തോടെ, കഠിനാധ്വാനത്തോടെ നമുക്ക് മുന്നേറാം. ഏവർക്കും നന്ദി, നമസ്കാരം.